കൊച്ചി കോർപ്പറേഷനിലെ ഡെപ്യൂട്ടി മേയർ തർക്കത്തിൽ മുസ്ലിം ലീഗിന് മുന്നിൽ വഴങ്ങി കോൺഗ്രസ്. മുസ്ലിം ലീഗിന് 1 വർഷം ഡെപ്യൂട്ടി മേയർഷിപ്പ് നൽകാൻ ധാരണയായി. ലീഗ് കൗൺസിലർ TK അഷ്റഫ് ഡെപ്യൂട്ടി മേയറാകും. PK കുഞ്ഞാലിക്കുട്ടി കോൺഗ്രസ് നേതൃത്വവുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. മേയർ ഡെപ്യൂട്ടി മേയർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി ഡെപ്യൂട്ടി മേയർ സ്ഥാനത്തിന് ഒരു ടേം ആവശ്യപ്പെട്ടു. അതുമായി ബന്ധപ്പെട്ട തർക്കം അവസാനിച്ചിരിക്കുകയാണ്. മുസ്ലിം ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി പ്രതിപക്ഷ ഉപനേതാവുമായ PK കുഞ്ഞാലിക്കുട്ടി സാഹിബ് സംസ്ഥാന UDF നേതൃത്വവുമായി ചർച്ച ചെയ്യുകയും 1 വർഷം ടേം ഐക്യജനാധിപത്യ മുന്നണി കൊച്ചിൻ കോർപ്പറേഷനിൽ ഡെപ്യൂട്ടി മേയർ സ്ഥാനം മുസ്ലിം ലീഗിന് നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. അനിൽ ജോർജ് വിവരങ്ങളുമായി നമുക്കിപ്പം ചേർന്നുണ്ട്. അനിൽ ജോർജ്, അങ്ങനെ ഫുൾ ടൈം കോൺഗ്രസ് ധാരണയാക്കി വച്ചിരുന്ന ഡെപ്യൂട്ടി മേയർ സ്ഥാനം ലീഗിന് തീർച്ചയായും കഴിഞ്ഞ ദിവസം വലിയ തോതിൽ ലീഗ് വലിയ അസംതൃപ്തി പ്രകടിപ്പിച്ച ഒരു കാര്യമായിരുന്നു. കൂടിയാലോചനകളൊന്നുമില്ലാതെയായിരുന്നു കൊച്ചി കോർപ്പറേഷനിലെ മേയർ ഡെപ്യൂട്ടി മേയർ സ്ഥാനങ്ങൾ സംബന്ധിച്ചുള്ള പ്രഖ്യാപനം കോൺഗ്രസ് നടത്തിയതെന്നും ലീഗിനെ ഒരു ഘടകകക്ഷി എന്ന നിലയിൽ പരിഗണിക്കുക പോലും ചെയ്തില്ല എന്നടക്കമുള്ള വലിയ വിമർശനങ്ങൾ ഉയരുകയും ചെയ്തിരുന്നു. മുന്നണി ബന്ധത്തിൽ പോലും വലിയ തോതിൽ അസ്വാരസ്യങ്ങൾ ഉയർന്നിരുന്ന ഒരു കാര്യമായിരുന്നു. ഇതിനെ തുടർന്നായിരുന്നു സംസ്ഥാന നേതൃത്വം ഇത്തരത്തിൽ ഒരു പ്രശ്നപരിഹാരത്തിനായി ഇരു പാർട്ടികളുടെയും സംസ്ഥാന നേതൃത്വം മുൻകൈയെടുത്ത് ചർച്ച നടത്തുകയും ചെയ്തത്. PK കുഞ്ഞാലിക്കുട്ടി അടക്കമുള്ളവർ മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം കോൺഗ്രസ് നേതൃത്വവുമായി ചർച്ച നടത്തി. ആ ചർച്ചയിലാണ് ഇത്തരത്തിൽ ഒരു സമവായത്തിലേക്ക് കാര്യങ്ങളെത്തിയത്. മുസ്ലിം ലീഗിൻ്റെ ഭാരവാഹികൾ പറയുന്നതനുസരിച്ച്, അതായത് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ പറയുന്നതനുസരിച്ച് കോൺഗ്രസ് ഫുൾ ടൈം പിടിച്ചുവെക്കാൻ ആഗ്രഹിച്ച ഒരു പദവി ഇപ്പോൾ ലീഗ് കൈവശപ്പെടുത്തിയെടുത്തിരിക്കുന്നു എന്നാണ് അദ്ദേഹം പ്രഖ്യാപിക്കുകയും ചെയ്തത്. ഏതായാലും അവസാന വർഷം എന്ന നിലയിൽ ആയിരിക്കും ഇത്തരത്തിൽ ഒരു ധാരണ വരിക. TK അഷ്റഫ് ഡെപ്യൂട്ടി മേയറായിട്ട് ലീഗിൻ്റെ ഡെപ്യൂട്ടി മേയർ സ്ഥാനാർത്ഥിയായി ഉണ്ടാകും. ഡെപ്യൂട്ടി മേയർ സ്ഥാനം ലീഗിന് ലഭിക്കുന്ന ആ കാലയളവിൽ TK അഷ്റഫ് ആയിരിക്കും കൊച്ചി കോർപ്പറേഷൻ്റെ ഡെപ്യൂട്ടി മേയർ എന്ന കാര്യം ഉറപ്പായി. ഇതോടുകൂടി ലീഗും കോൺഗ്രസും തമ്മിൽ ഉണ്ടായ ആ വലിയ തർക്കം ഈ ചർച്ചകളിലൂടെ പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്ന് ലീഗ് നേതൃത്വം അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. സൈദുലക്ഷ്മി. ഓക്കെ അനിൽ, ശരി. അനിൽ ജോർജാണ് വിവരങ്ങൾ നൽകിയത്.